നമുക്ക് മലബാറിലെ ഓണവിശേഷങ്ങളിലേക്ക് പോകണം. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്നും ശിവദാസ് ചേരുന്നു. ശിവദാസ്, മിഠായി തെരുവ് നമുക്കറിയാം, എല്ലാ ആഘോഷങ്ങളിലും വളരെ തിരക്കുള്ള ഒരു കമ്പോളമാണ് മിഠായി തെരുവ്. നേരത്തെ മധുരപലഹാരങ്ങൾ മാത്രം വിറ്റിരുന്ന ഒരു സ്ട്രീറ്റ് ആയിരുന്നു അത്. പിന്നീട് ഇപ്പോൾ അത് മാറി എല്ലാ വിഭവങ്ങളും അവിടെ ലഭിക്കും. എന്നിട്ടും പേര് മിഠായി തെരുവൻ തന്നെയാണ്. അപ്പോൾ മിഠായി തെരുവിൽ നല്ല തിരക്ക് ഇപ്പോൾ ഉത്രാടപ്പാച്ചിലിൻ്റെ ഭാഗമായി അനുഭവപ്പെടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശിവദാസ്. വിനോദ, മലബാറിലും ഓണം ഇങ്ങനെ സജീവമായി തന്നെ ആഘോഷിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. നാളെ ആണ് ഓണം, തിരുവോണം. അതിന് തൊട്ടു തലേ ദിവസമായ ഇന്ന് ഉത്രാട ദിനത്തിൽ ഉത്രാട പാച്ചിലിൽ തന്നെയാണ് മലബാറിലെ ജില്ലകളിലുള്ള എല്ലാ ആളുകളും. ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കോഴിക്കോട് ഈ മിഠായി തെരുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ മിഠായി തെരുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കും എന്നുള്ളതാണ് മിഠായി തെരുവിൻ്റെ പ്രത്യേകത. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ മിഠായി തെരുവ് എന്ന് പറയുന്നത് ഇവിടെ സ്വീറ്റ്സ് മാത്രം കിട്ടിയിരുന്ന ഒരു ഏരിയ ആയിരുന്നു. പിന്നീട് പതുക്കെ കാലക്രമേണ അതെല്ലാം മാറി പിന്നീട് എല്ലാ സാധനങ്ങളും ഭക്ഷ്യ വസ്തുക്കളും അതോടൊപ്പം തന്നെ മറ്റ് വസ്ത്രങ്ങളും ചെരുപ്പും അതുപോലുള്ള ഫാൻസി ഐറ്റങ്ങളും എല്ലാം തന്നെ കിട്ടുന്ന ഒരു ഇടമായി ഈ തെരുവ് മാറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി, ഒരു ഓണത്തിൻ്റെ ഒരു വൈബൊക്കെ എങ്ങനെയുണ്ട്? നല്ല സാധനങ്ങൾ വാങ്ങിച്ചോ? അത്യാവശ്യം വാങ്ങണോ? എങ്ങനെയുണ്ട് ഒരു തിരക്കൊക്കെ ഇവിടെ എങ്ങനെയുണ്ട്? അതുപോലെ സാധനങ്ങളുടെ ഒരു വിലക്കുറവ്? നല്ല തിരക്കൊക്കെ തന്നെ. എന്താ മിഠായി തെരുവിലേക്ക് വരാൻ കാരണം? മക്കൾക്ക് ഇതാ വില കുറഞ്ഞിട്ട് മക്കൾക്കൊരു ആഘോഷമല്ലേ, അപ്പം നമ്മളെ ആഘോഷത്തിന് നമ്മൾ എടുക്കുക തന്നെ. എടുത്തോ? എടുത്ത് ഇനി എടുക്കാണ്ട്, മക്കൾക്ക് എടുക്കാണ്ട്. അവരെന്താ പറയുന്നത്? അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടുന്നില്ല. അവർക്ക് ഇനി ഒരു ബൂട്ട് വാങ്ങാനാ പറയുന്നത്. നോക്കിയാ? നോക്കണം, പോയി നോക്കണം. ബാക്കി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? ഒക്കെ വാങ്ങി. സന്തോഷം തന്നെ. രാവിലെ മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ വൈകിട്ട് മഴയില്ല, അപ്പൊ നല്ലൊരു അന്തരീക്ഷം. അതാണ്. എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആ വീട്ടമ്മയും പറഞ്ഞത്. വലിയ സന്തോഷത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു. അതായത് ഒരു ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജാതി മത ഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ഓണം. അത് എല്ലാവരുടെയും മുഖത്ത് കാണുന്നുണ്ട്. വിപണിയിൽ വലിയ ഒരു ഉണർവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. കച്ചവടത്തിലൊക്കെ തന്നെ അത്തരത്തിലുള്ള വലിയ ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. നിരവധി ഓഫറുകളൊക്കെ തന്നെ ഈ ഓരോ മേഖലയും, ചെറിയ കച്ചവടം ആണെങ്കിൽ പോലും വലിയ വൻ സ്ഥാപനങ്ങളാണെങ്കിലും വലിയ കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും ചെറുകിട കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും. എങ്ങനെയുണ്ട് ചേട്ടാ, ഒരു കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം കുഴപ്പമില്ല. മറ്റേ ഈ മഴൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. മഴ എങ്ങനെ ബുദ്ധിമുട്ടിച്ചോ? ഇന്നലെയും മിനിയാന്നായിട്ട് നല്ല ഒരു പ്രയാസത്തിലാണ്. ഇന്ന് പിന്നെ കുഴപ്പമില്ല, കച്ചവടം കുഴപ്പമൊന്നുമില്ല. കച്ചവടം ഇപ്പോൾ ഒരാഴ്ചയോണായിട്ട് നല്ല വിപണി ഉണർന്ന് കിടക്കാം. പ്രത്യേകിച്ച് ഈ ഓണക്കാലം എന്നൊക്കെ പറയുന്നത് കച്ചവടം ഉണ്ടാവുന്നൊരു സമയം. ഇവിടെ നമ്മളെ ഈ തെരുവ് കച്ചവട ലെവലിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് നമ്മളെ തെരുവിലാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നു. അപ്പോഴായിരുന്നു കാലവർഷം നമുക്ക് ഒരു പ്രതിസന്ധിയിലായത്. എങ്ങനെ കഴിഞ്ഞ വർഷത്തൊക്കെ അപേക്ഷിച്ച് എങ്ങനെ സാധനങ്ങളുടെയൊക്കെ വിലയിലൊക്കെ മാറ്റമുണ്ടോ? കുറവാണോ കൂടുതലാണോ? വിലയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വില കുറവാണ്. കേരളത്തിൻ്റെ തന്നെ പല ഭാഗത്തുനിന്നും ആളുകൾ ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. അതായത് നമ്മളെ ബിസിനസ്സിൻ്റെ വളരെ ലാഭത്തിൻ്റെ മൂല്യം കുറച്ചതിൻ്റെ പേരിലാണ് ആളുകൾ ഇവിടെ വീണ്ടും പരസ്യമായിട്ട് ലാഭം കുറച്ചിട്ട് ആളുകൾക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ കച്ചവടം ചെയ്ത്. തീർച്ചയായിട്ടും പണ്ട് കാലത്തെ കോഴിക്കോട് സിറ്റിയിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വില കുറവിൽ ഞങ്ങൾ മുമ്പിൽ തന്നെയാണ്. അത് ഈ പ്രാവശ്യം പ്രത്യേകിച്ചും ഞങ്ങൾ ഒന്നും കൂടെ ഈ വിപണി ഉണരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വളരെ വില കുറച്ചിട്ടാണ് എല്ലാവരും. ചേട്ടൻ്റെ പേര്? എൻ്റെ ഒരു ഫൈസൽ. കോഴിക്കോട് സ്വദേശിന്? കോഴിക്കോട് മാത്തോട്ടെന്ന് പറയും. അങ്ങനെ അതാണ് മിഠായി തെരുവിലെ കച്ചവടത്തിൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആ കച്ചവടക്കാരൻ പറഞ്ഞത്. അതായത് ലാഭം കുറച്ച് ജനങ്ങൾക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ, കസ്റ്റമേഴ്സിന് ലാഭം കിട്ടുന്ന രീതിയിൽ വില കുറച്ച് നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മിഠായി തെരുവിൽ ഇത്രയും കൂടുതൽ ആളുകൾ എത്താൻ കാരണം. ഓരോ വർഷവും ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഈ മിഠായി തെരുവിലേക്ക് എത്താനുള്ള കാരണവും അതുതന്നെയാണ്. കാരണം വിലക്കുറവ് തന്നെയാണ്. മാത്രമല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ ഇവിടെ ലഭിക്കും, വിലക്കുറവിൽ ലഭിക്കും. അതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്നടക്കം ഇവിടേക്ക് ആളുകൾ എത്താറുണ്ട്. മലപ്പുറം ജില്ല, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്നടക്കമുള്ള ആളുകൾ ഈ ഒരു മിഠായി തെരുവിലേക്ക് പ്രത്യേകിച്ച് ഇതുപോലുള്ള അവസരങ്ങളിലൊക്കെ, ആഘോഷ അവസരങ്ങളിലൊക്കെ, ഓണമാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഇത്തരത്തിലുള്ള ആഘോഷ അവസരങ്ങളിലൊക്കെ ആളുകൾ എത്താറുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി ഓണത്തിന് വൈബൊക്കെ എങ്ങനെയുണ്ട്? നല്ല വൈബല്ല. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? സാധനങ്ങളൊക്കെ വാങ്ങി പോവാ. കുട്ടിനായിട്ട് ഇങ്ങനെ ഈ തിരക്കിന്റെ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടാണെന്ന് പറയാണ്ടോ? നല്ല ബുദ്ധിമുട്ടാണ്. ഓണത്തിന് എല്ലാം വാങ്ങിച്ചോ? കുട്ടിക്ക് സാധനങ്ങളൊക്കെ വേറെ ഒറ്റയ്ക്കുള്ളൂ? ഒറ്റയ്ക്കുള്ളൂ. ഓക്കെ.
അങ്ങനെ പല രീതിയിലുമുള്ള ആളുകളുണ്ട്. ആ കുട്ടി നമ്മൾ ചോദിച്ചപ്പോൾ വായ പൊത്തിപ്പിടിച്ച് കരയുകയായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ പല ആളുകളും ഈ മിഠായി തെരുവിലെ ഈ വിപണിയെ സജീവമാക്കുന്നുണ്ട്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ തന്നെ കാണാൻ കഴിയും. കാരണം ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത തരത്തിലേക്ക് ഈ വിപണി മാറിയിരിക്കുന്നു, മിഠായി തെരുവ് മാറിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഈ രീതിയിലുള്ള കച്ചവടമൊക്കെ നടക്കുന്ന വലിയൊരു ആഘോഷത്തിൻ്റെ മൂഡ് ഉണ്ടാക്കുന്ന ഒരു തെരുവ് കൂടിയാണ് ഈ മിഠായി തെരുവ്. അത് നമുക്ക് ഇവിടെ ഓരോ കടയിലും നമുക്ക് കാണാൻ കഴിയും. വലിയ ബഹളം തന്നെയാണ് ഈ കടയിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. കാരണം ഈ കച്ചവടത്തിൻ്റെ ബഹളമാണ്, വിലക്കുറവിൻ്റെ ബഹളമാണ്, മത്സരത്തിൻ്റെ ബഹളമാണ്. അതായത് കച്ചവടക്കാർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ബഹളം, അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എന്തായാലും പ്രത്യേകത എന്താ? ഇപ്പൊ പുതിയ ഏതെങ്കിലും മോഡൽ ഡ്രസ്സൊക്കെ ഉണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എന്തൊക്കെ എല്ലാ മോഡലും ഉണ്ട്. ജനങ്ങൾക്ക് വേണ്ടി വില കുറച്ച് നമ്മൾ കാലിയാക്കുന്ന ജീൻസ് ഓണത്തിന്റെ ഓഫറായിട്ട് 500 മുതൽ ജീൻസിന്റെ 350 മുതൽ ഷർട്ട് ഉണ്ട്. എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഓണത്തിന് പ്രത്യേക ഓഫറുകൾ? പ്രത്യേക ഓഫർ തന്നെയാണ്. 1000-1200 വെക്കുന്ന ജീൻസ് 500 രൂപയ്ക്ക് ഓഫറാക്കി കൊടുക്കാണ്. അങ്ങനെ ഓണത്തിന് പ്രത്യേക ഓഫറാണ് ഉള്ളത് എല്ലാ കടയിലും. അങ്ങനെ തിരക്കാണ്. പല ഓണം ഓഫറുകളും പല മാർക്കറ്റിലും ഉണ്ട്. നല്ല തിരക്ക് മിഠായി തെരുവിലും അനുഭവപ്പെടുന്നു.